ഇന്നലെ അതിപ്രധാനമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരും മാർക്സിസ്റ്റുകാരും വായിച്ചിരിക്കേണ്ട കേൾക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു അഭിപ്രായം NS മാധവൻ പറയുകയുണ്ട്. NS മാധവൻ പിണറായി വിജയനെ പൊക്കിയടിക്കുന്ന ആളാണ്. നല്ല രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വലിയ തോതിൽ എഴുതുന്ന ആളാണ്. വലിയ മോദി വിരുദ്ധനാണ്. വർഗീയത, സംഘപരിവാർ എന്നൊക്കെ പറഞ്ഞ് വലിയ വിരുദ്ധത പറയുന്ന ആളാണ്. പക്ഷെ NS മാധവൻ ഇന്നലെ അസംബ്ലിയിൽ നടത്തിയ ഒരു റേഡിയോ സ്റ്റോക്കിൽ അദ്ദേഹം വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. വലിയ സദസ്സിലാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണം ഇരിക്കുന്ന അസംബ്ലി നിയമസഭയുടെ ഈ പുസ്തകമേളയിലാണ് പറഞ്ഞത്, വെറുതെ റോഡിൽ പറഞ്ഞതല്ല, ഒരു എലൈറ്റ് ഓഡിയൻസിന്റെ മുമ്പിൽ പറഞ്ഞതാണ്. കമ്മ്യൂണിസം ആശയതലത്തിൽ ലോകത്ത് നിൽക്കുന്നുണ്ട്, ശരിയാണ്. ബുദ്ധിസം ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ചൈന, ജപ്പാൻ, ബംഗ്ലാദേശ്, ബർമ്മ, ശ്രീലങ്ക, ഒരു പരിധിവരെ കുറച്ച് പാകിസ്ഥാൻ, കുറച്ച് അഫ്ഗാനിസ്ഥാൻ, എല്ലാ സ്ഥലങ്ങളിലേക്കും വളരെ വലിയ തോതിൽ പോയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഹിന്ദുമതം. അംബേദ്കർ ലക്ഷക്കണക്കിന് ആളുകളെയാണ് അംബേദ്കർ മാറിയ അന്നേ ദിവസം പൂനെയിൽ നടത്തിയ ആ സമ്മേളനത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ബുദ്ധമതം സ്വീകരിച്ചത്. ബുദ്ധമതം ഒരു മതമല്ല, ഹിന്ദു മതത്തിനകത്തുള്ള ഹിന്ദു വിശ്വാസ സനാതന ധർമ്മത്തിനകത്തുള്ള ഒരു ബ്രാഞ്ചാണ്, ബൈഫർക്കേഷൻ എന്നൊക്കെയുള്ള കാഴ്ചപ്പാടുണ്ട്. അതവിടെ നിൽക്കട്ടെ, അത് വേറൊരു ചർച്ചയാണ്. എന്തായാലും ഇന്ന് പക്ഷേ ബുദ്ധവിഹാരങ്ങൾ ഇന്ത്യയിൽ വളരെ കുറച്ചുള്ള ഒരു ആശയതലത്തിൽ ബുദ്ധമതം ബുദ്ധമതം എന്നതിൽ കുട്ടികൾ പഠിക്കുന്നു എന്നതിനപ്പുറം അതിനകത്തൊരു കാര്യവുമില്ല. ഇതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇന്ത്യയിൽ ഒരു ഇടതുപക്ഷം എന്നുള്ള നിലയിൽ അവർക്ക് നിൽക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യമാണ്. ആരോ പറഞ്ഞതുപോലെ 3 പുസ്തകത്തിനപ്പുറം അവർ ഒരു പുസ്തകവും വായിച്ചിട്ടില്ല. കാറൽ മാർക്സിന്റെ മൂലധനവും, ദാസ് ക്യാപിറ്റലും, വൈരുദ്ധ്യ ഭൗതികവാദവും, വർഗസിദ്ധാന്തവും, ഇങ്ങനെ ഇതിനിടയ്ക്ക് ഒരു നിരവധി വർഷങ്ങൾ മദ്രസയിൽ പോയിരുന്ന് പഠിച്ച ഒരു മുസ്ലിം നാമധാരിയായ ഒരു ചെറുപ്പക്കാരൻ, വളരെ രസകരമാണ്. അയാൾ ഇപ്പൊ യുക്തിവാദ വേദികളിലാണ് കൂടുതലും പോകുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു സാധനമുണ്ട് കേട്ടോ, എന്നെ കടാതാകർഷിച്ചിട്ടുണ്ട്. അദ്ദേഹം കുത്തിയിരുന്ന് മെനക്കെട്ടിരുന്ന് സൂക്ഷ്മദർശിനിയൊക്കെ വെച്ചൊക്കെയാണ് ആ പുസ്തകം ദാസ് ക്യാപിറ്റൽ 8 വർഷം എടുത്ത് വായിച്ചു എന്ന് പറഞ്ഞു. പലവട്ടം വായിച്ചു. പക്ഷെ അതിൽ ജനാധിപത്യമില്ല. കുറെ ശരിയാണ്. തൊഴിലാളി വർഗ മുതലാളി വർഗ സർവാധിപത്യം മാറിയിട്ട് തൊഴിലാളി വർഗ സർവാധിപത്യം വരും. അപ്പോഴും സർവാധിപത്യമേ ഉള്ളൂ, ജനാധിപത്യമില്ല എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. NS മാധവൻ ഉയർത്തി വരുന്ന ഒരു വിഷയം MA ബേബി അടക്കമുള്ള ആളുകൾ അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. K വേണു നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണിത്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അപഗ്രഥിക്കുന്ന ദാർശനികന്മാരായ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, വർഗ ബഹുജന സമരത്തിലൂടെ വിപ്ലവം പൂർത്തീകരിക്കാമെന്നും പാർലമെന്ററി സമരം പൂർത്തീകരിക്കാമെന്നൊക്കെ പറയുന്ന കാഴ്ചപ്പാട് ഇല്ല. ജനകീയ ജനാധിപത്യത്തിലൂടെ ഇന്ത്യയെ പിടിച്ചെടുക്കാം, അല്ലെങ്കിൽ ലോകത്ത് വിപ്ലവം സ്ഥാപിക്കാം എന്ന് പറയുന്ന CPIയുടെ കാഴ്ചപ്പാടിനും പ്രസക്തിയില്ല. ഒരു ഭരണമുന്നണി എന്നുള്ള നിലയിലോ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ കുറെ പാർട്ടികളെ, അത് ന്യൂനപക്ഷ പാർട്ടികളുണ്ട്, ഭൂരിപക്ഷ പാർട്ടികളുണ്ട്, ജാതി സംഘടനകളുണ്ട്, വർഗ സംഘടനകളുണ്ട്, അങ്ങനെ കുറെ. ഇപ്പൊ കേരള കോൺഗ്രസിന്റെ ഒരു പീസ്, ജോസ് കെ മാണിയുടെ പീസുണ്ട്, INLന്റെ പീസുണ്ട്, ആന്റണി രാജുവിന്റെ പീസുണ്ട്, ഇങ്ങനെ ഗണേഷ് കുമാറിന്റെ പീസ്, ഇങ്ങനെ കുറെ മുന്നണി പാർട്ടികളെ ചേർത്തുകൊണ്ട് കേരളം പോലുള്ള സ്ഥലത്ത് നിൽക്കുന്നു എന്നുള്ളതല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള ആശയതലത്തിൽ ഇതിനകത്ത് ആളുകളില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ആശയവും ആദർശവും ആൾക്കൂട്ടവും എന്നൊരു ലേഖനം എഴുതിയിരുന്നു. ആദർശവും ആൾക്കൂട്ടവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും മത ആത്മീയ പ്രസ്ഥാനങ്ങളുടെയും ഒരു വലിയ കാര്യം. അത് ആശ്രമങ്ങൾ എടുത്താലും അങ്ങനെ തന്നെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എടുത്താലും അങ്ങനെ തന്നെ, ആശയതലമുള്ളവരെടുത്ത് ആരെടുത്താലും അങ്ങനെ തന്നെ. ആദ്യം ചെറിയൊരു ഗ്രൂപ്പായിരിക്കും. ഇപ്പൊ യേശുവിന്റെ സുവിശേഷം പറഞ്ഞത് 7 മത്സ്യത്തൊഴിലാളികളാണ്, 7 പേരേ ഉള്ളൂ, ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്. അവർ പ്യൂരിറ്റി ഉള്ളവരാണ്, വളരെ സത്യസന്ധരാണ്. അങ്ങനെ ചെറിയ ആൾക്കൂട്ടമായിരിക്കുമ്പോൾ ഒരുപാട് ആദർശമുണ്ടായിരിക്കും, ഒരുപാട് ആശയമുണ്ടായിരിക്കും. ആശയം കഴിഞ്ഞ് കുറച്ച് ആൾക്കൂട്ടം അങ്ങോട്ട് വലുതാവുന്നതനുസരിച്ച് ഈ ആൾക്കൂട്ടത്തിന്റെ ആശയത്തിലേക്ക് നമ്മൾ പോകും. പിന്നെ ആൾക്കൂട്ടം പറയുന്നതാവും ആവശ്യം. പിന്നെ വന്ന് ആശയം കൊണ്ടുവന്നവരോ ആശയം വികസിപ്പിച്ചവരോ വെളിയിലായിട്ട് ഈ ആൾക്കൂട്ടത്തിനും പുറത്തുനിന്ന് വേറെ ചില ആശയം ഉണ്ടാക്കും. അതാണ് ഇപ്പൊ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോ ജനുവരിയിൽ എല്ലാ വർഷവും ജനുവരി ആകുമ്പോൾ 2-3 വർഷം കൂടുമ്പോൾ പഠന കോൺഗ്രസ് നടക്കും. പ്രത്യേകിച്ച് ഭരണത്തിന് വരുന്നതിന് തൊട്ടുമ്പോൾ ഒരു പഠന കോൺഗ്രസ് നടത്തും. പഠന കോൺഗ്രസ് തിരുവനന്തപുരത്തും കോഴിക്കോടും ഈ പ്രാവശ്യം പഠന കോൺഗ്രസ് ഉണ്ടോ? പഠന കോൺഗ്രസ് ഉണ്ടെങ്കിൽ എപ്പോഴാണ് നടക്കുന്നത്? മാത്രമല്ല ഒരു പീസ് പഠന കോൺഗ്രസ് ഒക്കെയാണ് നടത്തുന്നത്. അതിന്റെ സ്പിരിറ്റ് കളഞ്ഞു. ഇപ്പൊ ഉണ്ടെങ്കിലും അതിന്റെ സ്പിരിറ്റ് കളഞ്ഞു. മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആശയതലത്തിൽ നിന്നാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ NS മാധവനെ പോലുള്ളവർ പറയുന്നത് ഇന്ന് ഒരു ആശയതലത്തിൽ ഇന്നുണ്ട്, വളരെ കുറച്ച് ആളുകളുണ്ട്. പക്ഷേ ഒരു ഇടതുപക്ഷ മതേതര ജനാധിപത്യ മുന്നണിയായി വളർന്ന് നിൽക്കാൻ കഴിയില്ല. BJP ആയിട്ട് അന്തർധാര, കോൺഗ്രസുമായിട്ട് അന്തർധാര, അപ്പുറത്തുള്ള സ്റ്റാലിനുമായിട്ട് അന്തർധാര, പല സ്ഥലങ്ങളിലും പലതരത്തിലുള്ള യാതൊരു തത്വദീക്ഷയും ഇന്ത്യക്കാകെ ഒരു നിലപാടെടുക്കാൻ കഴിയാത്ത രീതിയിൽ ചിലപ്പോൾ ന്യൂനപക്ഷത്തിനെ പൊക്കും, ചിലപ്പോൾ ഭൂരിപക്ഷത്തിനെ പൊക്കും, ന്യൂനപക്ഷത്തിനെ തള്ളും, ഭൂരിപക്ഷത്തിനെ തള്ളും. അങ്ങനെ ജാതി മതം മാറാട് എന്നൊക്കെ പറഞ്ഞ്
പിന്നെ കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ പുതിയ രൂപത്തിലേക്ക് പോകുമ്പോൾ ഇതിൽ ആൾക്കൂട്ടം കൂടി വന്നപ്പോൾ ആദർശമില്ലാതായി. കഴിഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിന് വളരെ കൃത്യമായി നവകേരള അജണ്ട അവതരിപ്പിച്ചത് പാർട്ടി സെക്രട്ടറിയോ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ ചർച്ച ചെയ്തിട്ടല്ല, പിണറായി വിജയനാണ് അവതരിപ്പിച്ചത്. പിണറായി വിജയൻ എങ്ങനെ അവതരിപ്പിച്ചു? വെളിയിലുള്ള വേറൊരു ഏജൻസി തയ്യാറാക്കിയതാണ്. അതും ക്യാബിനറ്റിലുള്ളതോ സെക്രട്ടേറിയറ്റിലോ തയ്യാറാക്കിയതല്ല. എന്തായാലും സെക്രട്ടേറിയറ്റിൽ തയ്യാറാക്കാൻ പറ്റില്ലല്ലോ, അവർക്ക് IASകാർക്ക് ഇരുന്നിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റത്തില്ല. സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയതല്ല, ക്യാബിനറ്റിൽ തയ്യാറാക്കിയതല്ല, പാർട്ടി തയ്യാറാക്കിയതല്ല. പിന്നെ ആരാണ് ഇത് തയ്യാറാക്കിയത്? PR ഏജൻസികൾ തയ്യാറാക്കിയ ഒരു നവകേരളം കൊണ്ടുവന്ന് അവിടെ വെച്ചു. പാർട്ടി അത് മൈൻഡ് ചെയ്തില്ല. പാർട്ടി സഖാക്കൾ ആരും അത് കേട്ടതായിട്ട് പോലും ഭാവിച്ചില്ല. അങ്ങനെ ഒരു ആശയ തലത്തിൽ സംബന്ധിച്ച് പണ്ട് കാലത്തിൽ ആശയ പോരാട്ടം ഉണ്ടായിരുന്നത് മുസ്ലിം ലീഗിനെ എടുക്കണമോ വേണ്ടയോ ഒരാശയ പോരാട്ടം ഉണ്ടായിരുന്നു. ന്യൂനപക്ഷ വർഗീയതയാണോ ശരി, ഭൂരിപക്ഷ വർഗീയതയാണോ ശരി, ഇതിലേതിനെയാണ് നമ്മൾ തള്ളിക്കളയേണ്ടത്? അതിൽ തർക്കമുണ്ടായിരുന്നു. ആദ്യം കുറച്ചു കാലം പറയുമായിരുന്നു ഭൂരിപക്ഷ വർഗീയതയെ തള്ളിക്കളയിലാണ് ശരി എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ന്യൂനപക്ഷ വർഗീയതയെ തള്ളിക്കളയിലാണ് ശരി. പിന്നെ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു EMSനെ പോലുള്ളവർ പറഞ്ഞു രണ്ട് വർഗീയതയും തള്ളിക്കളയണം, ഞങ്ങൾ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും തള്ളിക്കളയുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയം എന്നറിയില്ല. ആശയ തലത്തിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ആ ആശയത്തിനകത്തൊരു കുഴപ്പമുണ്ട്. NS മാധവൻ പറയാത്ത ചില കുഴപ്പങ്ങളുണ്ട്. K വേണുവിനെ പോലുള്ളവർ ചൂണ്ടിക്കാണിക്കുന്ന, ഒരുപാട് ദാർശനികന്മാർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയമുണ്ട്. അതായത് സോഷ്യലിസവും ജനാധിപത്യവും എന്താണ് സോഷ്യലിസം, ജനാധിപത്യം, സ്വാതന്ത്ര്യം ഇത് ഒന്നിച്ചു പോകില്ല. സ്വാതന്ത്ര്യവും ജനാധിപത്യവും കൂടി ഒന്നിച്ചു പോകണം. കാര്യം സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഒരു ഇരട്ട മക്കളെ പോലെ ഒന്നിച്ചു പോകും. പക്ഷെ അതും സോഷ്യലിസവും കൂടെ ഒന്നിച്ചു പോകില്ല. കാരണം സോഷ്യലിസം എന്ന് പറഞ്ഞാൽ പൊതു സ്വത്താണ് ഉള്ളത്. അവിടെ പൊതു സ്വത്തുള്ള സ്ഥലങ്ങളിൽ സ്വകാര്യ സ്വത്തിന് ഇടപാടില്ല. സ്വകാര്യ സ്വത്തിന് ഇടപാടില്ലെങ്കിൽ അത് അധികാര കേന്ദ്രീകരണം നടക്കും. അങ്ങനെ അധികാര കേന്ദ്രീകരണം നടന്നാൽ പിന്നെ വർഗ ചൂഷണം നടക്കും. അവിടെ പിന്നെ സ്വേച്ഛാധിപത്യം നടക്കും. ഇത് നമ്മൾ കാണുകയാണ്. പാർട്ടിക്കകത്ത് സ്വേച്ഛാധിപതികൾ നമ്മളെ കാണുകയാണ്. ഭരണത്തിലെ സ്വേച്ഛാധിപതികളെ നമ്മൾ കാണുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരിക്കലും സ്വേച്ഛാധിപതികളെ അംഗീകരിക്കുന്നില്ല. കേന്ദ്രീകൃത ജനാധിപത്യം കൊണ്ട് നടക്കുകയാണ്. എന്ത് കേന്ദ്രീകൃത ജനാധിപത്യം? പാർട്ടിക്കകത്ത് ജനാധിപത്യമില്ല, സംവിധാനങ്ങളിൽ ജനാധിപത്യമില്ല. അപ്പൊ ഇതൊരു ആൾക്കൂട്ടം പോലെ ആശയത്തിലൂന്നിയ എന്നോ കാറൽ മാർക്സ് എഴുതിയ ഒരു പുസ്തകത്തിനെ ബേസ് ചെയ്ത് ലോകത്ത് എവിടെയൊക്കെ ഈ ആശയം നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം പരാജയത്തിന്റെ കഥയല്ലാതെ വിജയത്തിന്റെ കഥ പറയാനില്ല. ഉത്തര കൊറിയ എടുത്താൽ പരാജയത്തിന്റെ കഥ, ചൈന എടുത്താൽ ചൈന അതിൽ നിന്നൊക്കെ മാറി എത്രയോ മുന്നോട്ട് പോയി. അതുകൊണ്ട് അവിടെ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നു. സോവിയറ്റ് റഷ്യ തകർന്ന് തരിപ്പണമായി, നാശക്കോട്ടയായി. അപ്പൊ ഇതെന്താണ്? ഒരു ആശയ തലത്തിൽ ഇവർക്ക് വലിയൊരു ദാരിദ്ര്യമുണ്ട്. ഒരു കമ്മ്യൂണിസം ഒരു ആശയം എന്നുള്ള തലത്തിൽ ലോകത്ത് നിൽക്കുമ്പോൾ തന്നെ ആശയ ദാരിദ്ര്യവുമുണ്ട്, ആശയ ക്ലാരിറ്റി കുറവുമുണ്ട്. അത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. ക്ലാരിറ്റി കുറവുണ്ട്. സംഘടനാ തലത്തിൽ ഇവർക്ക് ഇന്ത്യയിൽ നരേന്ദ്രമോദിയെയോ ഇന്ത്യൻ വർഗീയത ഇവർ പറയുന്ന ഈ വർഗീയതയെ ഒന്നും ചെറുക്കാനുള്ള സംഘടനാ ശേഷിയില്ല എന്ന് മാത്രമല്ല, അവർ കോൺഗ്രസിന്റെ കൂടെ നിർത്തണോ, കോൺഗ്രസിനെ എതിർക്കണോ, എന്ത് ചെയ്യണമെന്നറിയില്ല. മമതയെ കൂടെ നിർത്തണോ, മമതയെ എതിർക്കണോ, എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഇങ്ങനെ ഇരുട്ടിൽ തപ്പുന്ന, നിഴലിനോട് യുദ്ധം ചെയ്യുന്ന ഒരു പാർട്ടിയായി ഇത് മാറിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് NS മാധവന്റെ വിലയിരുത്തൽ ഗൗരവമായി ചർച്ചയ്ക്ക് വെക്കണം. അതല്ലാതെ അതിന് കമ്മ്യൂണിസം മരിച്ചുപോയി എന്ന് പറയാനല്ല, ഇത് ചർച്ചയ്ക്ക് വെക്കേണ്ട കാലമായി എന്ന് പറയാനാണ് ഞാനിത് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്.